യൂട്യൂബർ ഷാജൻ സ്കറിയെ അറസ്റ്റ് ചെയ്യാത്തതിൽ പോലീസിനെതിരെ കോടതി. എവിടെ വിലങ്ങനെ അണിയിക്കൂ സാറേ, മാപ്പാക്കണം. ഭരതം പോട്ടെ. ഒറ്റയ്ക്ക് പോരുത്. എന്നെ അറസ്റ്റ് ചെയ്യൂ. നിരന്തരം കുറ്റകൃത്യം ചെയ്യുന്ന ഷാജൻ സ്കറിയെ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തതെന്നാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ ചോദ്യം. ഷാജൻ സ്കറിയ ഒളിവിലാണെന്ന പോലീസ് വാദത്തെയും കോടതി വിമർശിച്ചു. പല കാര്യങ്ങളും ഉണ്ട് എനിക്കിവിടെ. അളിയനായാലൊന്നും തലയിടണ്ട. ഡോക്ടറുടെ ഫോൺ ചോർത്തി എന്ന കേസിലെ ഷാജൻ സ്കറിയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് കോടതിയുടെ വിമർശനം. ടി വി പ്രസാദ് വിവരങ്ങളുമായി. പ്രസാദ്, അതിരൂക്ഷ വിമർശനങ്ങൾ കോടതിയിൽ നിന്ന് വരുമ്പോൾ ഏത് കേസിലാണ് കോടതി വിമർശനങ്ങൾ ഉയർത്തുന്നത്? എന്താണ് കോടതി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ? ഇനിയിപ്പോ എന്താ അതിന്റെ അടുത്ത പരിപാടി സഹു? സ്മൃതി, ഡോക്ടർ ജോജോ ജോസഫിനെതിരായ പരാഗത വിമർശനങ്ങളാണ് പ്രധാനമായും ഈ കേസിലേക്ക് നയിച്ചത്. ജോജോ ജോസഫാണ് പരാതിക്കാരൻ. അങ്ങനെ കടവന്ത്ര പോലീസ് ഷാജൻ സ്കറിയക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു. അങ്ങനെ കേസെടുത്തതിന് പിന്നാലെ ആ FIR-നെ പരിഹസിച്ചുകൊണ്ട് വീണ്ടും യൂട്യൂബറായ ഷാജൻ സ്കറിയ വീണ്ടും അതിൽ വീഡിയോ ചെയ്തു. അതിലും പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. അപ്പോൾ അങ്ങനെ രജിസ്റ്റർ ചെയ്ത 2 കേസുകൾ നിലവിൽ കടവന്ത്ര പോലീസിന്റെ പരിധിയിലുണ്ട്. അതിലൊരു കേസിൽ മുൻകൂർ ജാമ്യവുമായിട്ടാണ് ജില്ലാ കോടതിയെ സമീപിച്ചത്. അങ്ങനെ സമീപിച്ച സമയത്താണ് കോടതിയുടെ ഭാഗത്തു നിന്നുള്ള അതിരൂക്ഷ വിമർശനം കേരള പോലീസിനുണ്ടായത്. എത്ര കൊല്ലത്തെ സർവീസ് ഉണ്ടോ തനിക്ക്? സർ 15. മയക്കമരുന്നും ജിപ്സം പൗഡറും കണ്ടാ തിരിച്ചറിയാൻ കഴിയാത്ത താനൊക്കെ എന്ത് വാഴയ്ക്കാണോ കൊലത്തേത്? കടവന്ത്ര പോലീസ് എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തത് എന്ന് ചോദിച്ച സമയത്ത് ഷാജൻ സ്കറിയ ഒളിവിലാണ്, കിട്ടുന്നില്ല, കാണുന്നില്ല എന്ന മറുപടിയാണ് പോലീസ് കൊടുത്തത്. അങ്ങനെയുള്ള ഒരാൾ നിരന്തരമായി വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ എന്നാണ് കോടതി ചോദിച്ചത്. ഇത്ര മോശമാണോ കേരള പോലീസ് എന്ന വിമർശനം പോലും കോടതിയുടെ ഭാഗമായി ഉണ്ടായി എന്നുള്ളതാണ്. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ. അതായത് ഷാജൻ സ്കറിയെ പിടിക്കാത്ത കടവന്ത്ര പോലീസിന്റെ പേരിൽ കേരള പോലീസിന് ആകെ നാണക്കേടുണ്ടാകുന്ന പ്രസ്താവന കോടതിയിൽ നിന്നുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഏറ്റവും ഗുരുതരമായ കുറ്റകൃത്യമാണ് ഷാജൻ സ്കറിയയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നുള്ളതാണ് പരാതിക്കാരൻ കോടതിയെ ബോധ്യപ്പെടുത്തിയത്. കാരണം ഭയങ്കര സംഭവം